Hi students, today we are going to study about process synchronization. നമ്മൾ ഓൾറെഡി കൺകറൻസി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ കൺകറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമ്മൾ കൺകറൻസി ചെയ്യണമെങ്കിൽ, കൺകറൻസി എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുതൽ പ്രോസസ്സിന് നമുക്ക് എന്താണ് കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എങ്കിൽ നമുക്ക് IPC ഉണ്ടായിരിക്കണം, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ വഴി നമുക്കങ്ങനെ ചെയ്യാം. പിന്നെ പ്രോസസ് സിങ്ക്രോണൈസേഷനും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. IPC നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രോസസ് സിങ്ക്രോണൈസേഷൻ ഉണ്ടായിരിക്കണം. എന്തിനാ ഈ പ്രോസസ് സിങ്ക്രോണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ലാസ്റ്റ് ഞാനൊരു പ്രോഗ്രാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാം പറയുമ്പോഴാണ് കൂടുതൽ ഡീറ്റെയിലായിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് നമുക്ക് പ്രോസസ് സിങ്ക്രോണൈസേഷൻ്റെ ആവശ്യകത. ഈ പ്രോസസ് സിങ്ക്രോണൈസേഷൻ്റെ ആവശ്യകത വരുന്നത് നമ്മുടെ എന്താണ് കോപ്പറേറ്റീവ് പ്രോസസ്സിലാണ് വരുന്നത്. ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സിൻ്റെ അകത്ത് നമുക്ക് പ്രോസസ് സിങ്ക്രോണൈസേഷൻ്റെ ആവശ്യകത ഇല്ല. എന്താണ് നമ്മുടെ കോപ്പറേറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് വേറൊന്നിനെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിനാണ് നമുക്ക് പ്രോസസ് സിങ്ക്രോണൈസേഷൻ ആവശ്യമായിട്ട് വരിക. അതിന് പെർട്ടിക്കുലർ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേറെ പ്രോസസ്സിന് ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് നമുക്ക് വേറെ ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രോസസ്സിലാണ് പ്രോസസ് സിങ്ക്രോണൈസേഷൻ നമുക്ക് നടത്തേണ്ടതായിട്ടുള്ള ആവശ്യകത വരിക. നമ്മുടെ നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിൻ്റെ അകത്ത് ഒരു പ്രോസസ് സിങ്ക്രോണൈസേഷൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ടെർമിനേറ്റ് കഴിഞ്ഞ ശേഷം, കംപ്ലീറ്റ്ലി അത് ടെർമിനേറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, വേറൊരു പ്രോസസ്സ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സെയിം ആസ് നമ്മുടെ ATM പോലെ. ATM എന്താണ്, നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ വേറൊരാൾക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റൂ, എൻട്രി ചെയ്യാൻ പറ്റൂ. അതാണ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ വേറെ പ്രോസസ്സ് വരുള്ളൂ. അവിടെ ഒരു പ്രോസസ് സിങ്ക്രോണൈസേഷൻ്റെ ആവശ്യകത ഇല്ല. പക്ഷേങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രോസസ്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ IRCTC നമ്മളിപ്പോൾ ട്രെയിൻ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നത്, റിസർവേഷൻ നടത്തുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, കോപ്പറേറ്റീവ് പ്രോസസ്സാണത്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സിങ്ക്രോണൈസേഷൻ ആവശ്യമായിട്ട് വരും. ഒരു ടൈം ഇൻ്റർവെൽ കറക്റ്റായിട്ട് കൊടുക്കാനും നമ്മുടെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിരിക്കണം എപ്പോഴും, അങ്ങനെയൊക്കെ വേണ്ടി വരും. അവിടെയാണ് അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് പ്രോസസ്സിലാണ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പ്രോസസ്സിലൊക്കെയാണ് നമുക്ക് പ്രോസസ് സിങ്ക്രോണൈസേഷൻ്റെ ആവശ്യകത ഉള്ളത്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സിൻ്റെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പ്രോസസ് സിങ്ക്രോണൈസേഷൻ ആവശ്യമായിട്ട് വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് പ്രോസസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. P1 എന്ന് പറയുന്ന പ്രോസസ്സും ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, P2 എന്ന് പറയുന്ന പ്രോസസ്സും ഉണ്ട്. ഇത് പാരലൽ പ്രോസസ്സിങ്ങിലാണ്. പാരലൽ എന്ന് പറഞ്ഞാൽ ഒരു P1ൻ്റെ കുറച്ച് ഭാഗം എക്സിക്യൂട്ട് ചെയ്ത് ദെൻ ആഫ്റ്റർ P2ൻ്റെ എക്സിക്യൂട്ട് ചെയ്ത് പിന്നെ തിരിച്ചു വരും. അങ്ങനെയാണ് പാരലലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു പബ്ലിക് വേരിയബിളായിട്ട് ഷെയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഇൻറ്റീജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 5 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് P1 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് P1 ആണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ആ P1ൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റ് എക്സ്, പിന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഷെയർഡ് ആണ്. അതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ എക്സിലേക്ക് നമ്മുടെ ഷെയർഡിന്റെ വാല്യൂ എന്താണ്, 5 ആണ് അല്ലേ? അപ്പോൾ ഈ 5 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എക്സിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 5 ഈസ് അസൈൻ ടു ദ ലോക്കൽ വേരിയബിൾ എക്സ്. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് X++ ആണ്. X++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എക്സിൻ്റെ അകത്തുള്ള വാല്യൂ 5 ആണ് അല്ലേ? അപ്പോൾ ആ 5 എന്ന് പറയുന്ന വാല്യൂ മാറിയിട്ട് അവിടെ എന്തായിട്ട് മാറുകയാണ്, 6 ആയിട്ട് മാറുകയാണ്. പിന്നെ അടുത്ത മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്ലീപ്പാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൽ സ്ലീപ്പിൻ്റെ അഡ്രസ്സാണ് വന്ന് കിടക്കുക. അപ്പോൾ സ്ലീപ്പ് ഓഫ് 1 എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് വെച്ചാൽ 1 മിനിറ്റ് ഈ ഒരു P1 എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യുക, പോസ് ചെയ്യുന്നു. 1 സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ കൊടുക്കുകയാണ്. ആ ടൈമിൽ P1 എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ എന്താണ്, പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രോസസ്സർ
ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് യൂണി പ്രോസസ്സിങ്ങിൻ്റെ അകത്ത്. യൂണി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു പ്രോസസ്സറേ ഉള്ളൂ, ഒറ്റൊരു CPU ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ പ്രോസസ്സർ അവിടെ ഐഡിയൽ ആയിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ എന്തായിരിക്കും അവിടെ കോണ്ടെക്സ്റ്റ് സ്വിച്ച് നടക്കുകയാണ്. കോണ്ടെക്സ്റ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിന് പ്രോഗ്രാമിന്റെ കൺട്രോള് P2 എന്ന പ്രോസസ്സിലേക്ക് വന്നു. ദാറ്റ് മീൻസ് പ്രോസസ്സർ ഏത് എക്സിക്യൂട്ട് ചെയ്യാണ്? P2 എന്ന് പറയുന്ന പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ P2ന്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റു y ഈക്വൽ ടു ഷെയർഡ് ആണ്. അപ്പോൾ ഷെയറിന്റെ വാല്യൂ ആയിട്ടുള്ള 5 ആണ് നമ്മുടെ y-ലേക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? y മൈനസ് ആണ്. സോ ആ 5 എന്ന് പറയുന്ന വാല്യൂ പോയിട്ട് അവിടെ y മൈനസ് എന്ന് പറയുന്നത് 4 ആയിട്ട് മാറുകയാണ്. ദെൻ തേർഡ് ഇൻസ്ട്രക്ഷൻ, P2ന്റെ തേർഡ് ഇൻസ്ട്രക്ഷൻ സ്ലീപ്പാണ്. അപ്പോൾ P2 എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ച് സമയം അവിടെ പോസ് ചെയ്ത് കിടക്കുകയാണ്. ആ സമയത്ത് വീണ്ടും നമുക്ക് എങ്ങോട്ടേക്ക് വരികയാണ്? നമ്മുടെ അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ P1 എന്ന് പറയുന്ന പ്രോസസ്സിന്റെ 4ാമത്തെ ഇൻസ്ട്രക്ഷനാണ് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൽ വരിക. പ്രോഗ്രാം കൗണ്ടറിൽ അതിന്റെ അഡ്രസ് ആണ് വരിക. അപ്പോൾ ഇതാണ് എക്സിക്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിന്റെ വാല്യൂ ഇവിടെ 6 ആണ് അല്ലേ? അപ്പൊ 6 എന്ന് പറയുന്ന വാല്യൂ ആണ് ഷെയർഡിന്റെ അകത്ത് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷെയർഡ് എന്ന് പറയുന്ന പബ്ലിക് ആണ് അല്ലേ? അപ്പൊ അവിടെ 5 മാറിയിട്ട് അവിടെ എന്തായിട്ട് മാറുകയാണ്? 6 വരികയാണ്. ദെൻ ആഫ്റ്റർ ഈ P1 എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ടെർമിനേറ്റഡ് ആയി. ടെർമിനേറ്റഡ് സ്റ്റോപ്പായി കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സർ വെറുതെ ഇരിക്കുന്നില്ല. പ്രോസസ്സർ എന്ത് ചെയ്യുന്നത്? P2ന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് അഡ്രസ് ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൽ വരും. സോ ഇതിന്റെ 4th ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ 4th ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ y-യുടെ വാല്യൂ ആണ് നമ്മുടെ ഷെയറിലേക്ക് വരുന്നത്. y-യുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ആ 4 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ ഷെയർഡിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഷെയർഡ് എന്ന് പറഞ്ഞാൽ പബ്ലിക് വേരിയബിളിൽ 6 പോയിട്ട് അവിടെ എന്തായിട്ട് മാറുകയാണ്? 4 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഒന്ന് ആഡ് ചെയ്യുന്നു, പിന്നെ എന്തെന്ന് ഒരു പ്രാവശ്യം മൈനസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഒന്ന് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 5 ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ആവും. 6 ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ് നമ്മളെ റിസൾട്ട് കിട്ടേണ്ടത്. പക്ഷെ നമ്മളെ ശരിക്കും ഔട്ട്പുട്ട് എന്താ കിട്ടിയിരിക്കുന്നത്? 4 ആണ് അല്ലേ? അപ്പോൾ ഇത് എന്താണ്? തെറ്റാണ് അല്ലേ? എറോണിയസ് ആണ്, തെറ്റായിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസസിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? പ്രോസസ്സ് സിങ്ക്രണൈസേഷൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. പ്രോസസ്സ് സിങ്ക്രണൈസ്. അപ്പോൾ എന്തിനാണ് പ്രോസസ്സ് സിങ്ക്രണൈസേഷൻ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്താണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ എന്നൊക്കെ ഉള്ളത്. When two or more process cooperates with each other, for using common resources, the order of execution must be preserved. And particular order എന്തായിരിക്കണം? നമ്മൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? Otherwise conflicts arise during execution ചെയ്യുന്ന സമയത്ത് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ the procedure involved in preserving the appropriate order of execution of cooperative process, that is important. Independent process ആണെങ്കിൽ നമുക്ക് പ്രോസസ് സിങ്ക്രണൈസേഷന്റെ ആവശ്യകത ഇല്ല അല്ലേ? അപ്പോൾ കോപ്പറേറ്റീവ് പ്രോസസ്സിലാണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ വരുന്നത്. അപ്പോൾ ദ പ്രൊസീജിയർ, അപ്പോൾ ആ ഒരു പ്രോസസ് സിങ്ക്രണൈസേഷൻ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ ഒക്കെ ഉണ്ടാവും. പ്രത്യേക രീതിയിൽ നമ്മളതിനെ പ്രോസസ്സ് കോപ്പറേറ്റീവ് പ്രോസസ്സിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ദ പ്രൊസീജിയർ ഇൻവോൾവ് ഇൻ പ്രിസർവിംഗ് the appropriate order of execution of cooperative process is known as process synchronization. There are several reasons for providing an environment that allows process cooperation and synchronization. അപ്പം ചില സാഹചര്യത്തിൽ നമുക്ക് ഈ പ്രോസസ് സിങ്ക്രണൈസേഷൻ ചെയ്യേണ്ടി വരും. ഫോക്സ് ആൻഡ് ജോയിൻസ് എന്ന് വെച്ചാൽ ഒരു ജോബ് ഡിവൈഡ് ചെയ്തിട്ട് n ജോബാക്കി മാറ്റുകയാണ്. അപ്പം നമുക്ക് n കൺകറന്റ് ടാസ്ക് ചെയ്യേണ്ടി വരും. ഒരു ജോബ് ഡിവൈഡ് ആയിട്ട് n ജോബാക്കി നോക്കും, n കൺകറന്റ് ആയിട്ട് n ജോബ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായിരിക്കും? ഓരോ സബ് ജോബും വേറെ എല്ലാ സബ് ജോബിൻ്റെയും എക്സിക്യൂഷൻ ചെയ്ത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്ത ശേഷം എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ലീവ് ദ സിസ്റ്റം ലീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ there are several reasons for providing an environment that allows process cooperation and synchronization. പ്രോസസ് കോപ്പറേഷനും സിങ്ക്രണൈസേഷനും നമുക്ക് നടത്താമെങ്കിൽ പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സിങ്ക്രണൈസേഷൻ നടത്താൻ സാധ്യതയുണ്ട്. കാരണം n ജോബ്സ് ആണ് കൺകറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ അവസാനം എന്ത് ചെയ്യുന്നു?
എല്ലാം ജോയിൻ ചെയ്യുന്നു എന്നിട്ട് ലീവ് ദ സിസ്റ്റം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രോസസ് സിങ്ക്രോണൈസേഷൻ നടത്തേണ്ട ആവശ്യകത ഉണ്ടാവും. പിന്നെ പ്രൊഡ്യൂസർ കൺസ്യൂമറിലും നമുക്ക് പ്രോസസ് സിങ്ക്രോണൈസേഷൻ നടത്തേണ്ട ആവശ്യമുണ്ടാവും. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മളെ കൺസ്യൂമർ എന്ന് പറയുന്ന പ്രോസസ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസർ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം പ്രൊഡ്യൂസർ പ്രോസസ്സിൻ്റെ അകത്ത് നെസസറി ഡാറ്റ കിട്ടിയിട്ട് വേണം കൺസ്യൂമർ പ്രോസസ്സിന്. ദ നെക്സ്റ്റ് പ്രൊഡ്യൂസർ കൺസ്യൂമർ ആണ് പ്രോബ്ലം. പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രോസസ്സ് ഡിപ്പെൻഡ് ഓൺ ദ പ്രൊഡ്യൂസേഴ്സ് പ്രോസസ്സ്. ഓക്കെ. And next, exclusive use of resources. When multiple processes are dependent on a serially reusable resources and they need to access it at the same time, the operating system needs to ensure that only one processor accesses it at a given point in time. Exclusive use of resources. Okay. അപ്പോൾ how process synchronization work? Process synchronization എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? For example, process A changing the data in a memory location while another process B is trying to read the data from the same memory location. There is a high probability that data read by the second process will be erroneous. ചിലപ്പോൾ ഇത് റീഡ് ചെയ്യുന്നത് കാരണം പ്രോസസ് എ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇവിടെ ഡാറ്റ റൈറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രോസസ് ബി റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റോങ് റിസൾട്ട് ആണ് ഉണ്ടാവുക. ഓക്കെ. പിന്നെ ഒരു പ്രോഗ്രാമിന്റെ സെക്ഷൻസ്, ഒരു ക്രിട്ടിക്കൽ പ്രോഗ്രാമിന്റെ സെക്ഷൻസ് ആണ് പറയുന്നത്. എൻട്രി സെക്ഷൻ ഉണ്ടാകാം. എൻട്രി സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് തീരുമാനിക്കുന്ന വേറൊരു പ്രോസസ്സിന്റെ എൻട്രി ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ക്രിട്ടിക്കൽ സെക്ഷനാണ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ ഷെയർഡ് വേരിയബിൾസിൻ്റെ അകത്തുള്ള ഡാറ്റ മോഡിഫൈ ചെയ്യുന്നൊക്കെ. ക്രിട്ടിക്കൽ സെക്ഷൻ്റെ അകത്താണ് പ്രോസസ്സ് പിന്നെ ഷെയർഡ് ഡാറ്റേൻ്റെ അകത്തുള്ള ഷെയർഡ് ഡാറ്റ എന്ത് ചെയ്യുന്നത്? മോഡിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷെയർഡ് വേരിയബിൾസിലുള്ള ഡാറ്റ മോഡിഫൈ ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് എന്താണ് എൻട്രി സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് പ്രോസസ്സാണോ ഇപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ ദാറ്റ് പ്രോസസ് ഡിസൈഡ്സ് വിച്ച് പ്രോസസ് ക്യാൻ എൻട്രി ഇൻ ടു ദ critical section. അതാണ് എൻട്രി സെക്ഷൻ. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ പ്രോസസ് വിച്ച് ഡിസൈഡ്സ് ദ എൻട്രി ഓഫ് എ പെർട്ടിക്കുലർ പ്രോസസ്. ഏത് പ്രോസസ്സാണ് നെക്സ്റ്റ് എൻട്രി ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതാണ് എൻട്രി സെക്ഷൻ. ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് പാർട്ട് അലോസ് വൺ പ്രോസസ് ടു എൻറ്റർ. ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സേ ഉണ്ടാവും ആൻഡ് മോഡിഫൈ ദ ഷെയർഡ് വേരിയബിൾ മോഡിഫൈ ചെയ്യുന്നു. എക്സിറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അലോസ് ദ അതർ പ്രോസസ് ദാറ്റ് ആർ വെയിറ്റിംഗ് ഇൻ ദ എൻട്രി സെക്ഷൻ to enter into the critical sections. It also checks that a process that finished its execution should be removed through this section. എന്താണെന്ന് വെച്ചാൽ എക്സിറ്റ് സെക്ഷൻ്റെ അകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ സെക്ഷൻ്റെ അകത്ത് നിന്ന് ലീവ് ചെയ്തിട്ടുള്ള പ്രോസസ്സ് എക്സിറ്റ് സെക്ഷന് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ നിന്ന് എക്സിറ്റ് സെക്ഷനിൽ അതെന്ന് പിന്നെ എന്താ ചെയ്യുക? ടെർമിനേറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുന്നത് ദാറ്റ് സെക്ഷൻ. ഓക്കെ. പിന്നെ എന്താണ് ഇപ്പോൾ എക്സിറ്റ് സെക്ഷനിൽ ചിലപ്പോൾ ചില പ്രോസസ്സ് വെയിറ്റ് ചെയ്തിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻട്രി സെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കാം ചിലപ്പോൾ. ഓക്കെ. കാരണം നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ P1 P2 ചിലപ്പോൾ എൻട്രി ചെയ്യുന്നുണ്ട്, എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂഷൻ മുഴുവൻ കംപ്ലീറ്റ് ആക്കിയ ശേഷം ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ എൻട്രി സെക്ഷൻ ഇപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ്റെ അകത്തുള്ള പ്രോസസ്സ് ചിലപ്പോൾ എന്തിലേക്ക് വരും? എക്സിറ്റ് സെക്ഷനിൽ വരും. എന്നിട്ട് വെയിറ്റിംഗ് ഫോർ ദി എൻട്രി സെക്ഷൻ. എൻട്രി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ചിലത് എന്തായിരിക്കാം? എല്ലാ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്ത ശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യും. പിന്നെ ഉള്ളത് റിമൈൻഡർ സെക്ഷൻ ഉണ്ടാവുക. ഇതിലൊന്നും പെടാത്ത കോഡ്. ഏത്? എൻട്രി സെക്ഷൻ, ക്രിട്ടിക്കൽ സെക്ഷൻ, എക്സിറ്റ് സെക്ഷൻ. ഇതിലൊന്നും പെടാത്ത കോഡിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റിമൈൻഡർ സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഒരു സിറ്റുവേഷൻ where several processes access and manipulate the same data concurrently and the outcome of the execution depends on the particular order in which the access task is called race condition. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിൽ പിന്നെ സെവറൽ പ്രോസസ്സസ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു വേരിയബിളിന്റെ മുകളിൽ ഒരു വർക്ക് ചെയ്യുന്നത്. ഇല്ല, P1 P2 എന്ന് പറഞ്ഞാൽ രണ്ട് പ്രോസസ്സാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ.